41 ദിവസം നിങ്ങൾ രാവിലെ ഇതിൽ നിങ്ങൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതിൽ നമ്മൾ തരുന്ന ആ ആത്മാവിനെ ഉണർത്തുന്ന ആ ഒരു പ്രോഗ്രാം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ 41 ദിവസം കൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു പ്രകാശം ഭയങ്കരമായിട്ട് ലൈറ്റൻ ചെയ്യാൻ തുടങ്ങും. ലൈറ്റൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരം ചിന്തകൾക്കൊന്നും നിങ്ങളുടെ അടുത്തായിട്ട് ഓടിയെടുക്കാൻ പറ്റൂല. ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോ പോലും നിങ്ങളെ അടുത്ത് നിന്ന് അത് ഓടി മാറിക്കൊണ്ടിരിക്കും. ക്ലാസ് കഴിഞ്ഞേ പിന്നെ നിങ്ങളുടെ അടുത്തേട്ട് വരൂ. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എനിക്ക് ചിന്തകൾ കയറി വരാന്ന് പറഞ്ഞാൽ ചിന്ത കയറി വന്നോട്ടെ. എല്ലാത്തിനെയും ഉപേക്ഷിക്കണം, നിങ്ങൾ എല്ലാത്തിനെയും സറണ്ടർ ചെയ്യണം, എല്ലാത്തിനെയും നിങ്ങൾ ഡിവൈനിറ്റിയുടെ മുമ്പിൽ അടിയറവ് വയ്ക്കണം എന്ന് പറയുമ്പോൾ ചിന്ത വരൂല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ചിന്ത വരും. ചിന്ത മേഘങ്ങൾ പോലെയാണ് ഒരു ആകാശത്തില്. നമ്മൾ ഒരു ആകാശമായി സങ്കല്പിച്ചു കഴിഞ്ഞാൽ ചിന്ത പ്രശ്നമില്ല, വന്നു പോയി. ഒരു മഴ പോലെ, മഴ പെയ്തു പോയി. പക്ഷേ നമ്മൾ എപ്പോഴും അതിനോട് ഫൈറ്റ് ചെയ്യാനാണ് നോക്കണത്. എങ്ങനെയെങ്കിലും ഇതിനെ ഒഴിവാക്കണം, എങ്ങനെയെങ്കിലും ഈ ചിന്ത വരരുത്, ഇനി വരരുത്, വരരുത്. നിങ്ങൾ എത്രത്തോളം അതിനോട് യുദ്ധം ചെയ്യുന്നുവോ അത്രത്തോളം ശക്തിയായി അത് തിരിച്ചു വരും. നിങ്ങളുടെ ചിന്ത എന്ന് പറയുന്നത് ടെന്നീസ് ബോൾ പോലെ അടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോയിട്ട് അതേ ശക്തിക്ക് നിങ്ങൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ഒരിക്കലും അതിനെ അടിക്കരുത്. അതിങ്ങനെ വാങ്ങി കയ്യിൽ വെക്കുക, എന്നിട്ടൊന്ന് നോക്കുക, എന്നിട്ട് പതിയെ താഴോട്ട് വെക്കുക. ചിന്തനെ ഇൻവൈറ്റ് ചെയ്യണം നിങ്ങൾ. വാ, എന്താണ്, വാ, എന്താണ് നിനക്ക് അറിയേണ്ടത്? നിങ്ങൾ അതിന് പ്രാപ്തരാവും. നിങ്ങൾ ആ ചിന്തയെ വരവേൽക്കുക, ചിന്തയെ ഇൻവൈറ്റ് ചെയ്യുക. വരൂ ചിന്തയെ, എന്താണ് നിന്റെ പ്രശ്നം? വാ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങള് കുറച്ചുകൂടി 41 ദിവസം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, 41 ദിവസം നമ്മൾ ഈ ചെയ്യുന്ന പ്രോസസ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ ചിന്തയൊന്നും വന്നാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമായിരിക്കില്ല. ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്ത് പ്രതിസന്ധി വന്നാലും നിങ്ങൾ കൂളായിട്ട് നിന്ന് മാനേജ് ചെയ്യും.